ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. കപ്പലിന്റെ കിളിവാതിലുകൾ തുറന്നു നോക്കി. പർവ്വതങ്ങളുടെ കൊടുമുടികൾ കാണുന്നുണ്ട്. വെള്ളം താഴ്ന്നുവരികയാണ്. ഭൂമിയുടെ അവസ്ഥ അറിയണം. അതറിയാൻ വേണ്ടി ആദ്യം കാക്കയെ അയച്ചു. തുടർന്ന് പ്രാവിനെയും അയച്ചു. കാക്ക പറന്നുപോയി ശവങ്ങൾ കണ്ടു. പറന്നിരുന്നു. നേരം വൈകി. അപ്പോഴാണ് പ്രാവിനെ അയച്ചത്. പ്രാവു വൈകാതെ മടങ്ങിയെത്തി. അതിന്റെ ചുണ്ടിൽ സൈത്തൂൻ ഇലയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാ മുശ്രിക്കുകളോട് നൂഹ് നബി അലൈഹിസ്സലാമിനെക്കുറിച്ച് സംസാരിച്ചു. വാസ്തവത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് ആ ചരിത്രം ഒരു പാഠമാവേണ്ടതായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത ആരാധിച്ച അതേ ബിംബങ്ങളെ അവരും ആരാധിക്കുന്നു. ചരിത്രമറിഞ്ഞിട്ടും അവരിലധിക പേരും വിശ്വാസികളായില്ല. സുദീർഘമായ കാലഘട്ടത്തിലെ കഷ്ടപ്പാടുകൾക്ക് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തി. സ്വന്തക്കാരോടൊപ്പം കപ്പലിൽ കയറാനും അതിൽ സ്ഥാനമുറപ്പിച്ച ശേഷം അല്ലാഹുവിനെ സ്തുതിക്കാനും കൽപ്പന കിട്ടി. അല്ലാഹുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവൻ തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു. അതുപോലെ പ്രാർത്ഥന നടത്തി. ഏറ്റവും അനുയോജ്യമായ കേന്ദ്രത്തിൽ തന്നെയാണ് കപ്പൽ ചെന്നു നിന്നത്. 950 കൊല്ലത്തെ ജീവിതം കടുത്ത പരീക്ഷണമായിരുന്നു. അതിന്റെ അന്ത്യത്തിൽ പ്രളയമുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാം അനുയായികളോടൊപ്പം കപ്പലിൽ രക്ഷപ്പെട്ടു. കപ്പലിൽ കയറിയതോടെ പരീക്ഷണം അവസാനിച്ചോ ഇല്ല. കപ്പലിലിരുന്നും പ്രാർത്ഥന തുടരണം. പരീക്ഷണങ്ങൾ ഇനിയും വരും. ക്ഷമിക്കണം, അല്ലാഹുവുമായി ഏറ്റവും അടുത്തവർ നബിമാരാകുന്നു. അവർക്കാണ് കടുത്ത പരീക്ഷണങ്ങളും. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും നല്ല പരീക്ഷണം നേരിടുന്നവരാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എല്ലാവർക്കും പാഠമാണ്. അല്ലാഹു പറയുന്നു, നിശ്ചയമായും ഈ സംഭവത്തിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. നാം മനുഷ്യരെ പരീക്ഷിക്കുന്നവൻ തന്നെയാകുന്നു. പ്രളയത്തിൽ ആ സമൂഹം തകർന്നുപോയി. പിന്നീട് മറ്റൊരു സമൂഹത്തെ അല്ലാഹു വളർത്തിയെടുത്തു. പിന്നീട് അവർക്ക് ശേഷം മറ്റൊരു തലമുറയെ നാം സൃഷ്ടിച്ചു. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം: 40 ദിവസം തുടർച്ചയായി മഴ പെയ്തു. 40 ദിവസം കൊണ്ട് ഭൂമിയിൽ ജലം പൊങ്ങി. പിന്നെ മലകളും അവയ്ക്കു മുകളിലെ മരങ്ങളും വെള്ളത്തിനടിയിലായി. വെള്ളത്തിന് ചൂടുണ്ടായിരുന്നു. കപ്പലിൽ മൃഗങ്ങളെ കയറ്റിയപ്പോൾ അവസാനം കയറിയത് കഴുതയായിരുന്നു. ഇബ്ലീസ് കഴുതയുടെ വാലിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. കഴുതയെ കപ്പലിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ ഇബ്ലീസും അകത്തെത്തി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ കയറിയവർ എത്രയായിരുന്നു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ 80 പേരാണ്, സ്ത്രീകളുൾപ്പെടെ. വെള്ളത്തിൽ മുങ്ങി നശിച്ച പുത്രന്റെ പേര് യാം എന്നായിരുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നു. ഹാം, സാം, യാഫിസ്, യാം, ആബിർ ഇവരെല്ലാം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാകുന്നു. ആബിർ വെള്ളപ്പൊക്കത്തിനു മുമ്പേ മരണപ്പെട്ടു. യാം മുങ്ങി നശിച്ചു. മറ്റുള്ളവർ കപ്പലിൽ കയറി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ മുങ്ങി നശിച്ചു. മൃഗങ്ങളെല്ലാം കപ്പലിൽ കയറിയപ്പോൾ പലർക്കും ആശങ്കയായി. സിംഹം നമ്മുടെ കൂടെയുണ്ട്, ആക്രമിക്കുമോ? എലിക്ക് പൂച്ചയെ പേടി. വിരുദ്ധ സ്വഭാവമുള്ള ജീവികളെല്ലാം ഒരുമയോടെ ജീവിച്ചു. യാം എന്ന മകനെ അഹ്ലു കിതാബുകാർ കൻആൻ എന്നു വിളിക്കുന്നു. ഇബ്നു ജരീറും മറ്റു ചിലരും പ്രളയത്തിന്റെ കാലം 13 മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മലമുകളിൽ നിന്ന് 15 മുഴം ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ കാണാം. 80 മുഴം എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഭൂമി മുഴുവനായും വെള്ളത്തിലായിരുന്നു. സമതലങ്ങളും താഴ്വാരങ്ങളും പർവ്വതങ്ങളും വെള്ളത്തിലായിരുന്നു. ഒരിടവും ഒഴിവില്ല. ചെറുതും വലുതുമായ ഒരു ജീവിയും അവശേഷിച്ചില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന് 2 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും അവരിൽ ഒരാൾ കപ്പലിൽ കയറിയെന്നും രേഖകൾ പറയുന്നുണ്ട്. 3 മക്കൾ കപ്പലിൽ കയറുകയും ഒരു മകൻ യാം ദൂരെ മാറി നിൽക്കുകയും ചെയ്തപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അവനെയും കപ്പലിലേക്ക് ക്ഷണിച്ചു. വന്നില്ല, കയറിയില്ല, മുങ്ങി നശിച്ചു. ആ മകന്റെ ഭാര്യ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. മുങ്ങി നശിച്ച മകൻ വളർത്തുപുത്രനാണെന്ന് പറഞ്ഞവരുണ്ട്. ഭാര്യയുടെ പുത്രനാണെന്ന് പറഞ്ഞവരുണ്ട്. ആകാശത്തുനിന്ന് മഴവെള്ളം കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് ശക്തമായ ഉറവകളും പൊട്ടിയൊലിച്ചുകൊണ്ടിരുന്നു. അവ രണ്ടിന്റെയും സ്രഷ്ടാവായ റബ്ബ് അവയോടിങ്ങനെ കൽപ്പിച്ചു: ആകാശമേ നിർത്തുക, ഭൂമിയെ നിന്റെ വെള്ളം നീ വിഴുങ്ങുക. ആകാശമനുസരിച്ചു മഴ നിലച്ചു, ഭൂമിയുമനുസരിച്ചു വെള്ളം വറ്റിത്തുടങ്ങി. ആദ്യം കണ്ടു തുടങ്ങിയത് പർവ്വതതലപ്പുകളാണ്. കപ്പൽ ജൂതി പർവ്വതത്തിലേക്ക് നീന്തിയെടുക്കുകയാണ്. ജൂതിമല അൽജസീറയിലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മൗസിലിലാണെന്നും അഭിപ്രായമുണ്ട്. ഇവർക്കു സമീപമാണ് അറാറത്ത് പർവ്വതം. ജൂതി തന്നെയാണ് അറാറത്ത് എന്നറിയപ്പെടുന്നു. ഇങ്ങനെയെല്ലാം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്.
ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. അൽ ജസീറയിൽപ്പെട്ട ജൂദിമലയിൽ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിനെ അല്ലാഹു അവശേഷിപ്പിച്ചിരിക്കുന്നു. ഈ സമുദായത്തിലെ ആദ്യകാലക്കാർ അത് കാണുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷമുണ്ടായ എത്രയോ കപ്പലുകൾ നശിച്ചുപോയിരിക്കുന്നു. സഹസ്രാബ്ദങ്ങൾ തന്നെ കടന്നുപോയിട്ടും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ കാര്യത്തിൽ മനുഷ്യസമൂഹത്തിന് സജീവ താൽപ്പര്യമുള്ളതുകൊണ്ട് പലരും ഗവേഷണം നടത്തുകയും പല വിവരങ്ങളും പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. കപ്പൽ ജൂദി പർവ്വതത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വെള്ളം വറ്റിത്തീരാൻ ഇനിയും കാലം പിടിക്കും. അല്ലാഹുവിന്റെ അനുമതി കിട്ടാതെ പുറത്തിറങ്ങാനാവില്ല. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. കപ്പലിന്റെ കിളിവാതിലുകൾ തുറന്നു നോക്കി. പർവ്വതങ്ങളുടെ കൊടുമുടികൾ കാണുന്നുണ്ട്. വെള്ളം താഴ്ന്നുവരികയാണ്. ഭൂമിയുടെ അവസ്ഥ അറിയണം. അതറിയാൻ വേണ്ടി ആദ്യം കാക്കയെ അയച്ചു. തുടർന്ന് പ്രാവിനെയും അയച്ചു. കാക്ക പറന്നുപോയി ശവങ്ങൾ കണ്ടു. പറന്നിരുന്നു. നേരം വൈകി. അപ്പോഴാണ് പ്രാവിനെ അയച്ചത്. പ്രാവ് വൈകാതെ മടങ്ങിയെത്തി. അതിന്റെ ചുണ്ടിൽ സെയ്ത്തൂൻ ഇലയുണ്ടായിരുന്നു. കാലിൽ മണ്ണ് പറ്റിപ്പിടിച്ചിരുന്നു. അത് കണ്ടപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. കപ്പലിൽ നിന്നിറങ്ങാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നു. ഓ നൂഹ്, താങ്കൾ ഭൂമിയിലിറങ്ങുക. താങ്കൾക്ക് സലാം, കൂടെയുള്ളവർക്കും സലാം. നിങ്ങൾക്കും നിങ്ങളിൽ നിന്നുണ്ടാവുന്ന തലമുറകൾക്കും അല്ലാഹുവിന്റെ രക്ഷയും അനുഗ്രഹങ്ങളുമുണ്ടായിരിക്കും. കപ്പൽ നിന്ന ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന് ലഭിച്ച സന്ദേശമാണ് കപ്പലിലുള്ളവർക്കും അവരിൽ നിന്ന് ഇനിയുണ്ടാവാൻ പോകുന്ന തലമുറകൾക്കും അല്ലാഹുവിന്റെ രക്ഷയും അനുഗ്രഹങ്ങളുമുണ്ടാവും. എല്ലാ ജനവിഭാഗങ്ങൾക്കും അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ടാവും. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത കൂട്ടരും അവരിൽ നിന്നുണ്ടാവും. അവർ ഭൂമിയിൽ അക്രമവും കുഴപ്പങ്ങളും സൃഷ്ടിക്കും. അത് കാരണം അവർക്ക് വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടിവരും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബികളോ അവരുടെ കാലത്ത് ജീവിച്ചവരോ ഈ ചരിത്രം നേരത്തെ അറിഞ്ഞിരുന്നില്ല. അല്ലാഹു വഹയ്യ് മുഖേന അറിയിച്ചുകൊടുത്തു. അപ്പോഴാണവർ ചരിത്രം വ്യക്തമായി മനസ്സിലാക്കി. ഖുറൈശികളിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കവയ്യാതെ ഒരു സാഹചര്യത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസവചനങ്ങളെന്നോണം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അവതരിപ്പിക്കുന്നത്. 950 വർഷത്തെ ക്ഷമയുടെ ചരിത്രം കേട്ട് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. ചരിത്രവിവരണം അവരുടെ ചിന്താമണ്ഡലം തട്ടിയുണർത്തി. എന്തൊരു ക്ഷമ! അതിന്റെ കോരിത്തെരിപ്പിക്കുന്ന പര്യവസാനം. സർവശക്തനായ അല്ലാഹുവിന്റെ നാമത്തിൽ ആ സംഘം പുറത്തേക്കിറങ്ങുകയാണ്. അവർ വിനയാന്വിതമായി. മനസ്സ് നിറയെ ഭക്തിയാണ്. നന്ദിയുള്ള അടിയാറുകൾ. പിറന്ന നാടെവിടെ? ബന്ധുക്കളെവിടെ? താമസിച്ച വീടുകളെവിടെ? അവയെല്ലാം ഓർമ്മകൾ മാത്രം. അക്രമികളുടെ ശൗര്യവും പരാക്രമങ്ങളും കടങ്കഥകളായി മാറി. പുണ്യപ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ച ധിക്കാരികളെവിടെ? നൂഹ് നബി അലൈഹിസ്സലാമിനെ മർദ്ദിച്ചു ബോധം കെടുത്തിയ വകതിരിവില്ലാത്ത ധിക്കാരികളെവിടെ? ഗർവ് നടിച്ച ശരീരങ്ങൾ വെള്ളത്തിൽ കിടന്നു ചിഞ്ഞുകൂട്ടത്തോടെ നശിപ്പിക്കപ്പെട്ടു. അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ മണ്ണിനടിയിലായി. ഇത് ശുദ്ധീകരിക്കപ്പെട്ട ഭൂമി. ഏകനായ റബ്ബിനെ ആരാധിക്കുന്നവർ മാത്രമേ ഇന്ന് ഈ ഭൂമിയിലുള്ളൂ. കപ്പലിലുള്ളവരാണ്. ലോക ജനസംഖ്യ കൂടി വന്നാൽ 80 പേർ. അവരുടേതാണ് ഭൂമി. അവകാശം പറയാൻ മറ്റൊരാളില്ല. കപ്പലിൽ നിന്ന് എല്ലാവരും പുറത്തുവന്നു. ജൂദി പർവ്വതത്തിൽ നിന്ന് ചുറ്റും നോക്കി. അല്ലാഹുവിന്റെ ഭൂമി, മീതെ അല്ലാഹുവിന്റെ ആകാശം. മെല്ലെ താഴേക്കിറങ്ങാൻ തുടങ്ങി. താഴ്വാരത്തിലേക്ക് പക്ഷികൾ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറന്നു. മൃഗങ്ങൾ ജൂദി പർവ്വതത്തിൽ ഓടിക്കളിച്ചു. മനുഷ്യർ താഴ്വരയിലെത്തി. അല്ലാഹുവിനെ വാഴ്ത്തി. അവിടെ അവർ ഒരു ഗ്രാമം പണിതു. അതിന് സമാനൂർ 80 എന്ന് പേരിട്ടു. കപ്പലിൽ 80 പേരാണല്ലോ ഉണ്ടായിരുന്നത്. ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. അതിപ്രകാരമാകുന്നു. റജബ് മാസം 10 അവർ കപ്പൽ കയറി. 150 ദിവസം കപ്പലിൽ കഴിഞ്ഞു. ജൂദി പർവ്വതത്തിൽ കഴിഞ്ഞത് 1 മാസം. ആശൂറ ദിവസമാണ് അവർ കപ്പലിൽ നിന്ന് പുറത്തുവന്നത്. മുഹറം 10 അന്ന് എല്ലാവരും നോമ്പു നോറ്റിരുന്നതായി ഇബ്നു ജരീരിന്റെയും മറ്റും വിവരണത്തിൽ കാണാം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദികൾക്ക് സമീപത്തുകൂടി നടന്നുപോവുകയായിരുന്നു. അന്ന് ആശൂറ ദിവസമായിരുന്നു. യഹൂദികൾ നോമ്പു എടുത്തിരുന്നു. ഇന്നെന്താ വിശേഷം? നോമ്പ് നോൽക്കാൻ യഹൂദികൾ ഇങ്ങനെ മറുപടി നൽകി. ഇന്നത്തെ ദിവസമാണ് മൂസാ നബി അലൈഹിസ്സലാമിനെയും ഇസ്രായേലി സന്തതികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത്. ശത്രുക്കളായ ഫറോവയെയും സൈന്യത്തെയും
കടലിൽ മുക്കി നശിപ്പിച്ചു. ഈ ദിവസമാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നിലയുറപ്പിച്ചത്. ഇതേ ദിവസമാണ് നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം എന്നിവർ നന്ദി സൂചികമായി ഈ ദിവസം നോമ്പെടുത്തിരുന്നു. ഇത് കേട്ടപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസാ നബിയോട് കൂടുതൽ ബന്ധപ്പെട്ടവർ ഞാനാകുന്നു. ഇന്നത്തെ ദിവസം നോമ്പെടുക്കാൻ കൂടുതൽ അർഹതപ്പെട്ടവനും ഞാനാകുന്നു. സ്വഹാബികളോട് നോമ്പെടുക്കാൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് നോമ്പെടുത്തവർ അവരുടെ നോമ്പ് പൂർത്തിയാക്കുക. നോമ്പില്ലാത്തവർ ഈ ദിവസത്തിന്റെ ബാക്കി ഭാഗം നോമ്പായി പൂർത്തിയാക്കുക. സ്വഹാബികൾ അതുപോലെ ചെയ്തു. ഉന്നിയം ഈഹബ ഇഫ ഹൗഹീലഫ ആവരും ആശൂറ നോമ്പ് നോറ്റു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിനെക്കുറിച്ചോർത്ത് നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം എന്നിവർ സജീവ ചർച്ചയായി. മുഹമ്മദ് ബിനു ഇസ്ഹാഖിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണുന്നു: മഹാപ്രളയം അവസാനിച്ച ഉടനെ അല്ലാഹു കാറ്റിനെ അയച്ചു. കാറ്റ് ഭൂമിയിൽ ശുദ്ധീകരണം നടത്തി. കപ്പലിൽ കയറി 7 മാസവും 15 ദിവസവും കഴിഞ്ഞാണ് അത് ജൂദി പർവ്വതത്തിൽ വന്നു നിന്നത്. അതിനു മുൻപ് അത് മക്കയിലായിരുന്നു. 40 ദിവസം അത് കഅബയെ ചുറ്റിക്കൊണ്ടിരുന്നു. 10-ാം മാസത്തിന്റെ ആദ്യ ദിവസത്തിലാണ് പർവ്വതങ്ങളുടെ കൊടുമുടികൾ കണ്ടു തുടങ്ങിയത്. പിന്നെയും 40 ദിവസങ്ങൾ കടന്നുപോയി. അതിനുശേഷം കപ്പലിന്റെ കിളിവാതിലുകൾ തുറന്നു. ഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്നറിയുവാൻ വേണ്ടി കാക്കയെ പുറത്തേക്ക് വിട്ടു. വെള്ളത്തിന്റെ അവസ്ഥ നോക്കി മനസ്സിലാക്കിവരാനാണ് കാക്കയെ വിട്ടത്. പക്ഷെ കാക്ക തിരിച്ചു വന്നില്ല. പിന്നെ പ്രാവിനെ വിട്ടു. പ്രാവിന് കാൽ കുത്താൻ ഇടം കിട്ടിയില്ല. അത് തിരിച്ചു പറന്നുവന്നു. കിളിവാതിലിൻ പുറത്തേക്ക് കൈനീട്ടി. നൂഹ് നബി അലൈഹിസ്സലാം പ്രാവിനെ സ്വീകരിച്ചു. കപ്പലിൽ തന്നെ പ്രവേശിപ്പിച്ചു. പിന്നെ 7 ദിവസങ്ങൾ കൂടി കടന്നുപോയി. വീണ്ടും പ്രാവിനെ വിട്ടു. അത് സെയ്ത്തൂൻ ഇലയുമായി തിരിച്ചെത്തി. വെള്ളം വളരെ താഴ്ന്നിരിക്കുന്നുവെന്ന് മനസ്സിലായി. 7 ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. പ്രാവിനെ വീണ്ടും അയച്ചു. ഇത്തവണ അത് മടങ്ങിവന്നില്ല. വെള്ളം വറ്റിയിരിക്കുന്നുവെന്ന് മനസ്സിലായി. കപ്പലിൽ 1 വർഷം പൂർത്തിയായി. 2-ാം വർഷത്തിലെ 1-ാം മാസത്തിലെ 1-ാം ദിവസം അവർ ഭൂമിയുടെ ഉപരിതലം കണ്ടു, കര കണ്ടു. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിന്റെ മേൽക്കൂര മാറ്റി. 2-ാം വർഷം 2-ാം മാസം 27-ാം ദിവസം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോടൊപ്പം പുറത്തുവന്നു. നന്ദി സൂചകമായി ബലി നടത്തിയതായും റിപ്പോർട്ടുണ്ട്. കൈവശമുള്ള ധാന്യം കൃഷി ചെയ്തു. കപ്പലിലുള്ള കാലികൾ പെറ്റുപെരുകി. പക്ഷികൾക്കും വംശവർദ്ധനവുണ്ടായി. ജീവിതം പച്ചപിടിക്കുകയായി. അവരുടെ ജീവിതം ആ ഗ്രാമത്തിൽ ഒതുങ്ങിനിന്നില്ല. പല പ്രദേശങ്ങളിലും സഞ്ചരിച്ചു. കപ്പലിൽ വന്നവരിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ 3 പുത്രന്മാർ പിൽക്കാലത്ത് ചരിത്രത്തിന് മറക്കാൻ പറ്റാത്തത്ര പ്രശസ്തരായിത്തീർന്നു. 3 പുത്രന്മാർ ഒഴികെയുള്ളവർ ഏറെക്കാലം ജീവിച്ചില്ല. അടുത്തടുത്ത കാലങ്ങളിലായി മരണപ്പെട്ടു. നൂഹ് നബി അലൈഹിസ്സലാം കുറെ കാലം കൂടി ജീവിച്ചു. 3 പുത്രന്മാരിൽ നിന്നാണ് പിൽക്കാല മനുഷ്യസമൂഹം വളർന്നുവരുന്നത്. സാം, ഹാം, യാഫിസ് ഇവരാണ് പുത്രന്മാർ. ഇവരെക്കുറിച്ച് ചരിത്രമിങ്ങനെ രേഖപ്പെടുത്തി: സാം അറബികളുടെ പിതാവാകുന്നു. ഹാം ഹബ്ഷികളുടെ പിതാവ്. യാഫിസ് റൂമിന്റെ പിതാവ്. നൂഹ് നബി അലൈഹിസ്സലാമിനെ 2-ാം ആദം എന്ന് വിളിച്ചവരുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ പരമ്പര പ്രളയകാലത്ത് അവസാനിച്ചു. പിന്നീടുള്ള മനുഷ്യർ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയാണ്. നൂഹ് നബി അലൈഹിസ്സലാം അഭിമുഖീകരിച്ച ജനതയാണ് ബിംബാരാധനയുടെ ആളുകൾ. അതിനു മുമ്പുള്ളവർ സത്യവിശ്വാസികളായിരുന്നു. സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്ന ദൗത്യം സാഹസികമായി നിർവഹിക്കേണ്ടി വന്നത് അദ്ദേഹത്തിനാകുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന് നര ബാധിച്ചിരുന്നില്ല. പല്ലു കൊഴിഞ്ഞുപോയിരുന്നുമില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ വിശേഷിപ്പിച്ചത് നന്ദിയുള്ള അടിയൻ എന്നാകുന്നു. തനിക്ക് ലഭിച്ച ഭക്ഷണത്തിനും പാനീയത്തിനും വസ്ത്രത്തിനും നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ സ്തുതിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു: ഒരു അടിമ ആഹാരം കഴിച്ചു, അല്ലാഹുവിനെ സ്തുതിച്ചു, പാനം ചെയ്തു, അല്ലാഹുവിനെ സ്തുതിച്ചു, എങ്കിൽ അല്ലാഹു അവനെ തൃപ്തിപ്പെട്ടു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് വളരെ പ്രസിദ്ധമാണ്. ഈദുൽ ഫിത്തുർ, ഈദുൽ അൽഹ എന്നീ ദിവസങ്ങളല്ലാത്ത എല്ലാ നാളുകളിലും അദ്ദേഹം നോമ്പ് നോറ്റിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം കാലം മുഴുവൻ നോമ്പെടുത്തു. ദാവൂദ് നബി അലൈഹിസ്സലാം കാലത്തിന്റെ പകുതി നോമ്പെടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാസത്തിന്റെ 3 ദിവസം നോമ്പെടുത്തു എന്നെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹജ്ജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദി അസ്ഫാനിലെത്തി. കൂടെയുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു:
ഓ അബൂബക്കർ, ഏതാണ് ഈ താഴ്വര? വാദി അസ്ഫാൻ ഉടനെ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു: ഈ വാദിയിലൂടെ നൂഹ് നബി അലൈഹിസ്സലാം, ഹുദ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നിവർ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഹജ്ജ് യാത്ര നടത്തിയെന്ന് സൂചന. ധിക്കാരികളായ ജനതയെ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയും അഗ്നിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഖുർആനിലുള്ളത്. അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നത് രണ്ട് വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ലോകത്ത് വെള്ളപ്പൊക്കം ഒരു ശിക്ഷയായി അവർ അനുഭവിച്ചു. അതോടെ ശിക്ഷ അവസാനിച്ചിട്ടില്ല. പരലോകത്ത് അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെടും. ഇതാണ് ഈ വ്യാഖ്യാനം. ഈ ലോകത്ത് വെച്ചുതന്നെ അഗ്നിയുടെ ശിക്ഷ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് രണ്ടാം വ്യാഖ്യാനം. വെള്ളവും അഗ്നിയും അവരുടെ മേൽ ശിക്ഷയായി ഇറങ്ങി അവരുടെ ആരാധ്യവസ്തുക്കളൊന്നും സഹായത്തിനെത്തിയില്ല. ഏകനായ റബ്ബിന് വഴങ്ങി ജീവിച്ചവർ മാത്രം വിജയിച്ചു. അക്കാലത്തെ സത്യവിശ്വാസികൾ നൂഹ് നബി അലൈഹിസ്സലാമുമായി സഹവസിച്ചു ജീവിച്ചു. എല്ലാവരും ആ വീട്ടിൽ പോവും ബന്ധപ്പെടുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാം നിസ്കരിച്ച പള്ളിയിലും എല്ലാവരും എത്തിയിരുന്നു. നബിയുമായുള്ള അടുത്ത ബന്ധവും നിരന്തര സഹവാസവും അവരെ നല്ലവരാക്കി തീർത്തു. എന്റെ വീട്ടിൽ പ്രവേശിച്ചവർ എന്നു പറഞ്ഞത് വീടിനെക്കുറിച്ച് തന്നെയാവാം, അല്ലെങ്കിൽ മസ്ജിദുമാവാം, ദീനെന്നുമാവാം, കപ്പലെന്നുമാവാം. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന് 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി. 950 കൊല്ലം ജനങ്ങളെ സത്യമതത്തിലേക്ക് ക്ഷണിച്ചു. വെള്ളപ്പൊക്കത്തിനു ശേഷം 60 വർഷം കൂടി ജീവിച്ചു. ഇങ്ങനെയെല്ലാം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സഹസ്രാബ്ദം കണ്ട മഹാപ്രവാചകൻ. എന്തുമാത്രം അനുഭവങ്ങൾ! ഇതാ ജീവിതത്തോട് വിട പറയാൻ തുടങ്ങുന്നു. പുത്രനായ സമീനെ വിളിച്ചു ആവശ്യമായ ഉപദേശങ്ങൾ നൽകി. ജിബിരീൽ അലൈഹിസ്സലാം വന്നു ഒരു ചോദ്യം ചോദിച്ചു: ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ചെന്തു പറയുന്നു? ഒരു വാതിലിലൂടെ വീട്ടിൽ പ്രവേശിച്ചു, മറുവാതിലിലൂടെ പുറത്തു പോകുന്നതുപോലെ തോന്നുന്നു. 10 നൂറ്റാണ്ടുകൾ കണ്ട നൂഹ് നബി അലൈഹിസ്സലാം കണ്ണടച്ചു. ഒരു കാലഘട്ടം കടന്നുപോയി. നൂഹ് നബി അലൈഹിസ്സലാം മണ്ണിലേക്ക് മടങ്ങി. സത്യം മുറുകെ പിടിച്ച് മുന്നോട്ടു പോവാനും അതുവഴി അല്ലാഹുവിന്റെ തൃപ്തി നേടാനും നമുക്ക് കഴിയണം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അതിന് പ്രചോദനമാവട്ടെ, കരുത്താകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ യാത്ര വിശ്രുതമാണ്. ആ മഹനീയ സംഭവം ഉണ്ടായതും നൂഹ് നബിയുടെ കപ്പൽ ജൂതി പർവ്വതത്തിൽ യാത്ര അവസാനിപ്പിച്ചതും മുഹറം 10-നാണ്. ഈ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പരലോക ജീവിതം വിജയകരമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.